തീർച്ചയായിട്ടും. ഈ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ വിവാഹമൊക്കെ കഴിച്ചേ? തീർച്ചയായിട്ടും. പ്രിയ ദേവദാസിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമില്ലേ? 100%. അതിന് മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ കാഴ്ച പോകുമ്പോഴാണ് എൻ്റെ പെങ്ങൾ ജനിക്കണേ, ഈ ലോകത്തോട്ട് വരുന്നത്. എൻ്റെ മമ്മി വേറെ ഹോസ്പിറ്റലിൽ, ഞാൻ വേറെ ഹോസ്പിറ്റലിൽ. സത്യത്തിൽ ആദ്യത്തെ ആഗ്രഹം എൻ്റെ പെങ്ങളെ കാണണമെന്ന്, രണ്ടാമത് എൻ്റെ അമ്മ, മൂന്നാമത് എൻ്റെ ലൈഫ് പാർട്ട്ണർ. കാരണം അപ്പം ചോദിക്കും വൈഫിനെല്ലാം ആദ്യം അല്ല, ക്രമത്തിന് എൻ്റെ അനിയത്തി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സെക്കൻഡ് എൻ്റെ അമ്മ. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സ്നേഹിക്കുന്ന, കൊണ്ട് നടക്കുന്ന. ഇപ്പോഴും എന്നെ അത് പറയുമ്പോൾ ഞാൻ ഇമോഷണലായി പോകും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് ദൈവം അത് ചെയ്യട്ടെ. പ്രിയ ദേവദാസി, ആ വാക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ദേവദാസി ആ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതെ, സഹോദരങ്ങളെ കാണണം അല്ലേ? അതെ, ജനിപ്പിച്ച മാതാപിതാക്കളെ കാണണം, കൂട്ടുകാരെ കാണണം, ഇന്നും കരം പിടിച്ച് നടത്തുന്നവരെ കാണണം. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ട, നമ്മളെ നന്നായി അറിയുന്ന, അതെ, നമ്മുടെ ചെറിയ ഞരക്കം പോലും, ഉള്ളിലെ ഞരക്കം പോലും, കണ്ണുനീര് പോലും, നമ്മുടെ ഇരുട്ടിനെ അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന സർവശക്തനായ ആത്മമണവാളനായ ക്രിസ്തുവിനെ നേരിട്ട് കാണാം അല്ലേ? ഞാൻ ചെറുപ്പം മുതലേ പാടുന്ന ഒരാളാണ്. പക്ഷേ ആ പാട്ട് കേൾക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കാരണം ഞാൻ മൂക്ക് വെച്ച് പാടിക്കൊണ്ട് നടന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദറെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. കാരണം എന്നാണെന്നറിയാമോ, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ തിരിച്ചവരെന്നോട്, അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവർ എന്നോട് അത് അവർക്കൊരു കോമഡിയാണ്. പക്ഷെ അത് കേൾവിക്കാരന് എത്രത്തോളം അത് മുറിവുണ്ടാക്കുന്നെന്ന് അവർക്കറിയത്തില്ല. അതുപോലത്തെ ചർച്ചിൻ്റെ ഒരു മൈക്ക് പിടിക്കാൻ കൊതിച്ച നാളുകൾ എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ട്. അന്നും ഞാൻ ഈ കേൾക്കുന്ന പ്രവചന ശബ്ദം, ഞാനൊരു ചർച്ചിൻ്റെ അകത്ത് ചെന്ന് ഇരുന്നാൽ കേൾക്കുന്ന ദൈവശബ്ദം, ഇവൻ പാടും, ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ടാകും, ശബ്ദത്തിന് മേൽ അഭിഷേകം ഉണ്ടാകും. അപ്പോൾ എൻ്റെ മമ്മി ദൈവത്തോട് ചോദിച്ചു, നിവിൻ്റെ മമ്മി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇത് വേറൊരാൾക്ക് മനസ്സിലാകണ്ടേ എന്താണ് ഈ പറയണേന്ന്. പാടുമ്പോഴൊക്കെ ഞാൻ പാടുക, പക്ഷെ കേൾവിക്കാർക്ക് ഭയങ്കര കോമഡിയാണ്. പക്ഷേ നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കത്തുള്ളൂ. അതിനെതിരെ എന്ത് നിന്നാലും ദൈവം നമ്മളെ ഒരു നാൾ പുറത്തു കൊണ്ടുവരും. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എൻ്റെ ശബ്ദം കൊണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടതും എൻ്റെ ശബ്ദം കൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, ഈ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞോട്ടെ, ലോകം നിങ്ങളെ അവഗണിക്കും, യേശു നിങ്ങളെ പരിഗണിക്കും.